ഇപ്പോൾ നമ്മോടൊപ്പം അലക്സ് വള്ളക്കാലിൽ കൂടി പഴയ വാർത്താ അവതാരകൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ അലക്സ് വള്ളക്കാലിൽ, താങ്കൾ ഒരുമിച്ച് പ്രവർത്തിച്ചു വ്യക്തിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നമ്മെ സംബന്ധിച്ചോളം അന്നൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ തന്നെ ശബ്ദം കൊണ്ട് അടയാളപ്പെടുത്തുക, ശരീരം പോലും ശബ്ദം കൊണ്ട് മനസ്സിൽ രൂപപ്പെടുത്തുക, അത്രമേൽ നമ്മളിലേക്ക് ഇഴചേർന്ന ഒരു വ്യക്തിത്വമായിരുന്നു വിട പറയുന്നത്. താങ്കൾക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഓർമ്മകൾ? രാമേന്ദ്രൻ്റെതായിട്ടുള്ള ഒരു സ്റ്റൈല് ക്രിയേറ്റ് ചെയ്ത ആളാണ്. അതായത് അന്ന് ടി വി ഇല്ല, റേഡിയോ മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ശബ്ദത്തിൽ വേണം എല്ലാം നിൽക്കേണ്ടത്. അപ്പോ രാമേന്ദ്രൻ ന്യൂസ് വായിച്ചില്ല, പേര് കേട്ടില്ലെങ്കിലും ആളുകൾക്കറിയാം രാമേന്ദ്രനാണെന്ന്. അദ്ദേഹത്തിന് ഒരു പ്രത്യേക ശൈലിയായിരുന്നു. അത് ആളുകൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. അത് കൂടാതെ ഈ വാർത്തയിൽ തന്നെ ഞങ്ങൾ പല ഇതിലെ ഡൈവേർഷനുണ്ട്, പല വാർത്തകൾ അവതരിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൗതുക വാർത്തകൾ എന്ന് പറഞ്ഞ ഒന്നുണ്ടായിരുന്നു. അത് രാമേന്ദ്രൻ വളരെ 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 രസകരമായിട്ട് അവതരിപ്പിക്കുമായിരുന്നു. അത് കൗതുക വാർത്ത എന്ന് പറഞ്ഞ കൗതുകമുള്ള വാർത്തയാണെങ്കിൽ പോലും രാമചന്ദ്രന്റെ ആയിട്ടുള്ള സ്റ്റൈലിലാണ് കൗതുക വാർത്ത അവതരിപ്പിക്കുന്നത്. അത് രാമചന്ദ്രൻ അതിൽ ഏറ്റവും അങ്ങേറ്റത്തെ എന്താ പറയുന്നത് പ്രാഗൽഭ്യം അതിനുണ്ടായിരുന്നു. പിന്നെ വാർത്ത വായിക്കുന്ന രാമചന്ദ്രന്റെ സ്റ്റൈല് ഒരു പ്രത്യേക സ്റ്റൈലാണ്. രാമചന്ദ്രൻ ആദ്യം വർക്ക് ചെയ്ത ഡൽഹിയിലാണ്. എനിക്ക് തോന്നുന്നത് ഡൽഹിയിലെ ഒരു 4-5 വർഷം ഡൽഹിയിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഇവിടെ വന്നിട്ട് പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ അദ്ദേഹം വന്നത്. ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് ലേറ്റായിട്ടാണ് ജോയിൻ ചെയ്തത്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 10-15 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അത് അന്നത്തെ വളരെ രസകരമായ പല അനുഭവങ്ങളും ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുകയാണ്. മലയാള വാർത്തയെ സംബന്ധിച്ച്, റേഡിയോയെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ അന്ന് കേരളത്തിലുള്ള ഏറ്റവും വലിയ മാധ്യമം റേഡിയോയാണ്. റേഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്ന് വെച്ചാൽ, റേഡിയോ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ ആൾക്ക് സംശയമില്ല, ആ വാർത്ത അങ്ങേറ്റം സത്യസന്ധമായിരിക്കും. അത് ഈ വാർത്ത കഴിഞ്ഞിട്ട് നമുക്ക് അന്ന് പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ശുദ്ധജല വിതരണം മുടക്കം എന്നൊക്കെ ഉണ്ടായിട്ട് ന്യൂസ് പലതും വന്നാലും ഞാൻ വിളിച്ചു ചോദിക്കും ഇത് ശരിയാണോ. അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ വാർത്തയെ വളരെ അതിസമർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് അവതരിപ്പിക്കുന്നതിന് രാമചന്ദ്രൻ വളരെ നല്ല സേവനമാണ് ചെയ്തിരുന്നത്. അന്ന് വേറൊരു കാര്യങ്ങളുണ്ട്, ഞങ്ങൾ വാർത്ത വായിക്കുക മാത്രമല്ല. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ അലക്സ് വള്ളക്കാലിൽ. ഒരുപാട് ഓർമ്മകൾ താങ്കൾക്ക് പങ്കുവയ്ക്കാനുണ്ട്. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചതിന്.